ഡൽഹി സ്ഫോടനം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ NIA-യുടെ 10 അംഗ സ്പെഷ്യൽ ടീം ഇപ്പോൾ ഒരു ചിലന്തിയുടെ പുറകെയാണ്. ഒരു ചിലന്തിയാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും, അല്ലെങ്കിൽ ഞെട്ടും. ചിരിക്കണ്ട, ഞെട്ടണ്ട. ചിലന്തി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തുർക്കി ബേസ് ചെയ്തിട്ടുള്ള, തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകരനോ ഭീകര സംഘടനയോ ആണ് ഇതിൻ്റെ പുറകിൽ എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഈ ഡോക്ടർ ഉമറിനെയും ഡോക്ടർ ഷക്കീലിനെയും മുസമ്മിൽ ഷക്കീലിനെയും നിയന്ത്രിച്ചിരുന്നത്, അവർക്ക് ഫണ്ട് നൽകിയിരുന്നത്, അവരെ പഠിപ്പിച്ചത്, അവരെ ഭീകരവാദത്തിലേക്ക് നയിച്ചത്, ഈ സ്ഫോടനം നടത്താനുള്ള മാനസികാവസ്ഥ, ധൈര്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ഈ ചിലന്തിയാണ്. അതിന് അറബിയിൽ പറയുന്ന പേര് ഉക്കാസ എന്നാണ്. ഇതൊരു തുർക്കി വാക്കാണോ അറബി വാക്കാണോ എന്നൊക്കെ കേൾക്കുമ്പോൾ സംശയം തോന്നും. അത് അറബി വാക്ക് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്തായാലും നമുക്കത് ഏത് ഭാഷയിലുള്ളതാണ് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം തുർക്കിയിൽ നിന്നും ഭാരതത്തിനെതിരെ ഈ ഒളിയുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. നിഴൽ യുദ്ധം തുർക്കി ഭാരതത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടത്താൻ ആരംഭിച്ചു എന്നാണ്. ഡോക്ടർ ഉമറും ഡോക്ടർ ഷക്കീലും മുസമ്മിൽ ഷക്കീലും 2022 മാർച്ചിൽ തുർക്കിയിലെത്തിയിരുന്നു. അവിടെ വെച്ചാണ് ഈ ചിലന്തിയുമായിട്ട്, ഉക്കാസ എന്ന് പറയുന്ന ഈ ചിലന്തിയുമായിട്ട് അവർക്ക് അടുപ്പമുണ്ടാകുന്നത്. അന്ന് മുതൽക്കാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ ചിലന്തി ഇതൊരു അപരനാമമാണ്, ഒരു കോഡ് വാക്കാണ്. ഈ ചിലന്തി അല്ലെങ്കിൽ ഈ ഉക്കാസ എന്ന് പറയുന്ന വാക്കിന് പുറകിൽ ഏതെങ്കിലും ഒരു സ്ലീപ്പർ സെല്ലാണോ, ഒരു വ്യക്തിയാണോ, അതോ അതൊരു വലിയ സംഘടനയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതൊന്നും തന്നെ പുറത്തു വിടുന്നില്ല. നിരവധി പേർ ഇന്ത്യയ്ക്കുള്ളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഇതിനോട് സഹകരിക്കുന്ന നിരവധി പേർ UP, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അറസ്റ്റിലായിട്ടുണ്ട്. ഇതൊരു വലിയ മോഡ്യൂൾ ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിസ്സാരക്കാരല്ല. വൈറ്റ് കോളർ ഭീകരത എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. ഇതിൽ വലിയ അഭ്യസ്തവിദ്യരായ, വിദ്യാസമ്പന്നരായ നിരവധി ചെറുപ്പക്കാർ, പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും അത്യന്തം വിദ്യാസമ്പന്നരായ ആൾക്കാർ ഇതിൽ പെട്ടിരിക്കുന്നു. അവരെ ഈ ബ്രെയിൻ വാഷ് ചെയ്ത്, ഈ മതഭ്രാന്ത് കുത്തിവെച്ച് അവരെ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള, ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് തുർക്കിയിലെ ഈ ചിലന്തി. ഇത് ഇപ്പോൾ കൂടുതൽ അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ തുർക്കിയിലെ അങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ബേസ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ ഉക്കാസയുടെ ആൾക്കാരും, ഉക്കാസയും ഈ ഉമറുമായിട്ടുള്ള, ഡോക്ടർ ഉമറും ഡോക്ടർ ഷക്കീലും ഒക്കെ ആയിട്ടുള്ള ആശയവിനിമയം, അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പലതും രഹസ്യ കോഡുകളാണ്. അത് ഡീകോഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കൂടുതലും ഈ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില പ്രത്യേക ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ആ ആപ്പുകൾ ഉപയോഗിച്ചാണ്, ആ ആപ്ലിക്കേഷൻസിലൂടെയാണ് ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇൻ്റർനെറ്റിലൂടെ. മറിച്ച് ഈ ആപ്പുകളിലേക്ക് സന്ദേശങ്ങൾ വരുന്നു, അതിവിടെ ഡീകോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ സന്ദേശങ്ങൾ പക്ഷേ കിട്ടിയാൽ പോലും അത് എന്തിനെക്കുറിച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഒട്ടനവധി സമയം വേണ്ടിവരും. വളരെ പെട്ടെന്ന് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ സിഗ്നലുകൾ, ഈ വരുന്ന റേഡിയോ വേവ്സ് രൂപത്തിലാണെങ്കിൽ അതിനെയൊക്കെ പിടിച്ചെടുക്കാൻ, അതൊക്കെ പിടിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് അങ്ങനെ അല്ലാതെ, അത്തരം മാർഗങ്ങളിലൂടെ അല്ലാതെ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഇത് ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. അതും ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മുസാമിലും ഈ ഉമറും, ഈ രണ്ട് ചെറുപ്പക്കാരും 2022 മാർച്ചിൽ ഈ തുർക്കിയിലെത്തിയിരുന്നു. അവർ അങ്കാരയിൽ
പോയിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ ഈ ഉക്കാസയെക്കുറിച്ച് നിരവധി വിവരങ്ങൾ നമ്മളിപ്പോൾ നെറ്റൊക്കെ സെർച്ച് ചെയ്യാൻ പോയാൽ അതിനകത്ത് ഈ സ്പൈഡർ, ചിലന്തി എന്ന അർത്ഥം വരുന്ന ഇത് കിട്ടും. അതുപോലെ ചില എയർലൈൻ UK ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചില എയർലൈനുകളുടെ പേര് ഇതാണ്. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ വളരെ സമർത്ഥമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഉക്കാസ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ വരുന്ന മെസ്സേജുകളെ പെട്ടെന്ന് ആരും സംശയിക്കില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ വിദേശത്തെ ഏതെങ്കിലും ഒരു ഈ എയർലൈനുമായിട്ട് ബന്ധപ്പെടുന്നതാണോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള വാക്കുകളും വാക്യങ്ങളുമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഡീകോഡ് ചെയ്തെടുത്താൽ മാത്രമേ, അതൊരു കോഡ് ഭാഷയാണ്, അതിനെ ഡീകോഡ് ചെയ്തെടുത്താൽ മാത്രമേ ഇവരെന്താണ് അതിലൂടെ കൈമാറുന്ന ആശയം അല്ലെങ്കിൽ കൈമാറുന്ന സന്ദേശം എന്താണ് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പരിശോധനയും അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഒട്ടനവധി വിവരങ്ങൾ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്, NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഉക്കാസയും ഡോക്ടർ ഉമറും ഡോക്ടർ ഷക്കീലുമായിട്ടുള്ള 2022 മാർച്ചിന് ശേഷം നടന്ന ഏതാണ്ട് എല്ലാ ആശയവിനിമയങ്ങളെക്കുറിച്ചും ഈ ആശയവിനിമയങ്ങളും ഇവരുടെ കൈവശം, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈവശം എത്തിയിട്ടുണ്ട്. അവരത് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇതിന് വലിയ രീതിയിൽ ഫണ്ട്, പണം ഈ ഷക്കീലിനും അതുപോലെ തന്നെ ഉമറിനും ലഭിച്ചിട്ടുണ്ട്. അതും വന്നിരിക്കുന്നത് ഈ പറയുന്നത് പോലെ തുർക്കിയും അവിടെ ഖത്തർ വഴി ഈ പണം വന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതിൻ്റെ പരിശോധനകളും അന്വേഷണവും പുരോഗമിക്കുന്നു. ഇപ്പോൾ നമുക്കത് പുറത്തുവിടാൻ, കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് പുറത്തുവിടാൻ സാധിക്കില്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വിദേശ ബന്ധത്തെ, നയതന്ത്ര ബന്ധത്തെ ഒക്കെ ബാധിക്കും ഈ വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ തെളിവുകളില്ലാതെ ഒരു വിഷയവും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ല, പുറത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ലഭ്യമായ വിവരങ്ങൾ, ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ, അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് പങ്കുവയ്ക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള, ഇന്ത്യ ടുഡേ, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ ഈ ഉക്കാസയുടെ കാര്യം, ഈ ചിലന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന, അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇവരുടെ മെൻഡർ, ഈ ഡോക്ടർ ഉമറിൻ്റെയും ഡോക്ടർ ഷക്കീലിൻ്റെയും അതുപോലെ ഡോക്ടർ മൊഹിയുദ്ദീൻ സയ്യിദിൻ്റെയും ഒക്കെ മെൻഡറായിരിക്കുന്ന ആ ഉക്കാസയെക്കുറിച്ച് ഉള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അതാരാണെന്നുള്ളത് നമുക്ക് ഏതാണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും അന്വേഷണ ഏജൻസികൾക്കുമൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവർ അതിൻ്റെ ഈ ഉക്കാസയെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, നടപടികൾ അതിലേക്ക് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവർ ഈ അവസരത്തിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറല്ല. അത് അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് ഈ ഉക്കാസ ആരാണെന്നുള്ള ഒരു ആകാംക്ഷയിൽ, ജിജ്ഞാസയിൽ തുടരുകയാണ്. വലിയ ഒരു അട്ടിമറിയാണ് ഇന്ത്യയിൽ അവർ നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ ദൈവഗത്യാൽ അത് സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടുപോയി. നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കാനുള്ള ഒരു വലിയ ആസൂത്രണമാണ് തുർക്കി കേന്ദ്രീകരിച്ച് നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് നിസ്സാരം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രദേശത്തോ മാത്രമായിട്ട് തീരുന്നതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അഫ്ഗാനിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറേഷ്യൻ പ്രൊവിൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെയുള്ള സംഘടനകളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ ഉക്കാസയ്ക്ക് മറ്റേതെങ്കിലും ഭീകര ശൃംഖലകളുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ കൃത്യമായ മാർഗത്തിലൂടെ മുന്നേറുകയാണ്. അവർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.